ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ചെയ്തതിൻ്റെ സെയിം ടൈപ്പ് വേറെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇപ്പോൾ കുറേ പ്രോബ്ലം ഉണ്ട് ഈ ടൈപ്പ്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കുറേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എൻ്റെ സൊല്യൂഷനും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളത് തന്നെ സോൾവ് ചെയ്ത് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കൊണ്ട് ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് തീരത്തില്ലെന്നറിയാമല്ലോ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഞാൻ ഒരു പ്രോബ്ലം ചെയ്യിക്കാം, അതിൻ്റെ സാമ്പിൾ അല്ല ഒന്നോ രണ്ടോ പ്രോബ്ലം ഞാൻ ചെയ്യിക്കാം. അതുപോലുള്ളതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമേ. നിങ്ങളത് സോൾവ് ചെയ്യണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, 3 forces act along 3 sides of an equilateral triangle taken in order. Find the magnitude and line of action of resultant force. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡിലും 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 200 ന്യൂട്ടൺ, ഒന്ന് 300 ആൻഡ് 400. അതിന്റെ ഡയറക്ഷൻസ് ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ്? എ ബി സി എന്ന് പറഞ്ഞ് 3 പോയിന്റ് ഉണ്ട്. പിന്നെ ഇക്വിലാറ്ററൽ ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്ക്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ഇത്രയുള്ള ക്വസ്റ്റ്യനില് ഇപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാലോ, 60 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. ഓരോ ആംഗിളും 60, 120, 180 അങ്ങനെ ആവാൻ വേണ്ടി 3 ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇത് ക്വസ്റ്റ്യൻ തരത്തില്ല, പക്ഷെ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ തരാത്തത്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് സിഗ്മ എഫ് എച്ചും രണ്ടാമത് വെർട്ടിക്കൽ ഫോഴ്സ് സിഗ്മ എഫ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കും. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സുകളല്ല. ഇവിടെ എന്തൊക്കെയുണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ്? ഈ 200 ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 2 ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക. ഫസ്റ്റ് നോക്ക്, ആദ്യം നമ്മൾ ഈ എ സി എന്നുള്ള കമ്പോണന്റ് എടുക്കുക. സി എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ നിന്നുള്ള പെർപെൻഡിക്കുലേഴ്സ് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനിയും ഇവിടെ നോക്ക്, ആംഗിൾ മേക്ക് ചെയ്യുന്നത്, അതായത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60. അപ്പം അത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും 60 തന്നെ ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഈ ഫോഴ്സ് എത്രയാണ്? 400 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് 400, അതായത് ആംഗിൾ മേക്ക് ചെയ്യുന്നത് എവിടെയാണോ അത് കോസ് ആയിരിക്കും. 400 കോസ് 60. ഓർമ്മയുണ്ടല്ലോ, ഇത് നിങ്ങൾ ഓക്കെ, നമ്മള് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. അപ്പം ഓക്കെ, താഴോട്ടുള്ളത് എന്താണ്? ഇത് 400 കോസ് 60 ആണെങ്കിൽ ബാക്കി 400 സൈൻ 60 ആയിരിക്കും. അതുപോലെ തന്നെ ഇനി അടുത്ത് റിസോൾവ് ചെയ്യേണ്ടത് ബി സി എന്ന കമ്പോണന്റ് ആണ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. ബി സി എന്നുള്ള കമ്പോണന്റ് അത് ടോട്ടൽ 300 ന്യൂട്ടൺ ആണ്. അതിന്റെ 2 കമ്പോണന്റ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അത് നോക്ക്, ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60. അപ്പം അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത് കോസ് ആയിരിക്കും. 300 കോസ് 60 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് എന്തിനായിരിക്കും? 300 സൈൻ 60 ആയിരിക്കും. ഓക്കെ, റിസോൾവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാം നമ്മൾ ചെയ്തത് ഇതുപോലെ തന്നെ. ഇനി നമുക്ക് നോക്ക്, സിഗ്മ എഫ് എച്ച് എടുക്കുക. ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ എന്തൊക്കെയുണ്ട്? കണ്ടേ, ഈ ഫിഗറിൽ ഡയറക്റ്റ് എ ബി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണല്ലോ. അത് എത്രയാണ്? 200. നമുക്ക് റൈറ്റിലേക്കുള്ളത് പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവും എടുക്കുക. അതറിയാമല്ലോ, റൈറ്റിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അപ്പൊ റൈറ്റിലേക്കുള്ളത് 200 പോസിറ്റീവ്. പിന്നുള്ളത് നോക്കുക, ഈ 400ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ 400 കോസ് 60 ലെഫ്റ്റിലേക്കാണ്. മൈനസ് 400 കോസ് 60. പിന്നെ ഉള്ളത് ഈ 300 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ 300 കോസ് 60 അതും ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ അതും മൈനസ് ആണ്. എത്ര? 300 കോസ് 60. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്താൽ മതി. റിസോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എച്ച് ഇസിക്കൽ ടു മൈനസ് 150 ന്യൂട്ടൺ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ സോൾവ് ചെയ്യണം, ആരും നോക്കി എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എച്ച് കിട്ടും. ഇനി അടുത്തേതാണ് സിഗ്മ എഫ് ഇ. വെർട്ടിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സുകൾ ഒന്നുമില്ല, ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് 2 ഉള്ളൂ വെർട്ടിക്കൽ ഫോഴ്സുകൾ. ഓക്കെ, നമ്മൾ
അതിൻ്റെ എടുക്കുകയാണെങ്കിൽ മേലോട്ടുള്ളത് പോസിറ്റീവും താഴോട്ടുള്ളത് നെഗറ്റീവായിട്ട് എടുത്താൽ മേലോട്ടുള്ള ഫോഴ്സ് എന്തൊക്കെയാണ്? ഇത് മാത്രം 300 sin 60, ഇത് താഴേക്കാണ്, അത് -400 sin 60 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ -86.6 ന്യൂട്ടൺ കിട്ടും ആൻസർ. ഓക്കെ, -86.6 ന്യൂട്ടൺ. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണമല്ലോ. എന്താണ്? തീറ്റ കണ്ടുപിടിക്കണം. ഇൻക്ലിനേഷൻ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഇ ബൈ സിഗ്മ എഫ് എച്ച്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ tan ഇൻവേഴ്സ് സിഗ്മ എഫ് ഇ എടുത്തിട്ട് കൊടുക്കുക. അതായത് tan ഇൻവേഴ്സ് സിഗ്മ എഫ് ഇ എത്രയാണ്? -86. ഒന്നുമില്ല, മോഡുലസ് വരുമ്പോൾ പോസിറ്റീവ് സൈൻ മാത്രമേ എടുക്കത്തുള്ളൂ. 86.6 ഡിവൈഡ് ബൈ 150. ഇതിന്റെ ആൻസർ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ ഇങ്ങനെ കിട്ടും, തീറ്റ 30. ഇനി നമുക്ക് നോക്കുക റിസൾട്ടന്റ് എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് എവിടെയാണ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്ക്, ഹിയർ എന്തൊക്കെ? സിഗ്മ എഫ് എച്ച് നെഗറ്റീവ് ആണ്. ഓൾസോ സിഗ്മ എഫ് ഇയോ അതും നെഗറ്റീവ് ആണ്. ഓക്കെ, സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇയും നെഗറ്റീവ് വരുന്ന ക്വാഡ്രന്റ് ഏതാണ്? ഞാൻ കൊടുത്താൽ ഇവിടെ രണ്ടും പോസിറ്റീവ്, ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്, ഇവിടെ രണ്ടും നെഗറ്റീവ്, ഇവിടെ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവാണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്വാഡ്രന്റ് വരുന്നത്. ഇപ്പൊ രണ്ടും നെഗറ്റീവ് ഉള്ളത് ഏതൊക്കെ? സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇ നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. Therefore resultant is in തേർഡ് ക്വാഡ്രന്റ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, രണ്ട് നെഗറ്റീവ് ആയുണ്ട്. അപ്പോൾ റിസൾട്ടന്റ് എവിടെ വരും? നമ്മൾ ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ സിഗ്മ എഫ് എച്ച് അങ്ങോട്ട് സിഗ്മ എഫ് ഇ ആണെങ്കിൽ റിസൾട്ടന്റ് താഴേക്ക് വരും. ഇതാണ് റിസൾട്ടന്റ് വരുന്നത്. ഓക്കെ, ഇതാണ് ആംഗിൾ തീറ്റ നമുക്ക് കിട്ടിയത്. സംശയമൊന്നുമില്ലല്ലോ, എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊമെന്റ് എടുക്കണം. അടുത്ത ചെയ്യേണ്ടതാണ് മൊമെന്റ്. തേർഡ് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് അബൌട്ട് എനി പോയിന്റ്. നമ്മൾ മൊമെന്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് എ. ഈ ഫിഗർ നോക്ക്, ഈ എയിൽ കൂടി പാസ് ചെയ്യുന്നതൊന്നും വരത്തില്ലല്ലോ. ഈ എ സി എന്ന് പറയുന്നത് 400 ന്യൂട്ടന്റെ പോർഷൻ എയിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് വരത്തില്ല. 200 ന്യൂട്ടൻ്റെതും എയിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കില്ല. പിന്നെ 300 ന്യൂട്ടൺ ആണുള്ളത്. ഈ ഫോഴ്സ് എയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിത് റിസോൾവ് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് 300 sin 60 വരും. ഡിസ്റ്റൻസ് എ ബി തന്നെ. എ ബി നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ എ ബി നിന്ന് ഇടും. ഇങ്ങനെയാണ് മൊമെന്റ് എടുക്കുന്നത്. ഓക്കെ, therefore sigma mi is equal to അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് എത്രയായിരുന്നു? ഓക്കെ, 300 sin 60. sin 60 എങ്ങനെയാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. നമുക്ക് ഫിഗർ എങ്ങനെയാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇടേണ്ടത്? മൈനസ് ആയിരുന്നു ഇടുന്നത്. ഓർമ്മയുണ്ടല്ലോ, ക്ലോക്ക് വൈസിന് പോസിറ്റീവും കൗണ്ടർ ക്ലോക്ക് വൈസിന് നെഗറ്റീവ് ആയിരുന്നു ഇടുന്നത്. ഇത് നോക്കി, കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ല എയിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പൊ -300 sin 60 ഇൻറ്റു ഡിസ്റ്റൻസ് ആയ എ ബി നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കുക. ഇനി നമുക്ക് അതിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അസ്യൂം ചെയ്യുക ലെറ്റ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് line of action of resultant is at a distance x from A. അതായത് ഡിസ്റ്റൻസ് എക്സ്, എയിൽ നിന്നും എ ഡിസ്റ്റൻസ് മാറിയായെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഫിഗർ വരച്ചാൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗിവൺ ഫിഗർ. എ ബി സി എന്നുണ്ട്.
ഇതിൽ നിന്നും ഇതിന്റെ റിസൾട്ടന്റ് നമുക്ക് തേർഡ് ക്വാഡ്രന്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ റിസൾട്ടന്റ് ഏകദേശം ഇവിടെയാണെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഇതാണ് റിസൾട്ടന്റ് ആർ. ഓക്കെ, ഇത് റിസൾട്ടന്റ് ആർ. ഈ ഡിസ്റ്റൻസ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് ഇക്വേഷൻ? വി ഹാവ് സിഗ്മ എം എ ഇസ് ഈക്വൽ ടു റിസൾട്ടന്റ് ആർ ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ്. അതൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു റിസൾട്ടന്റ് എക്സ്. therefore x is equal to sigma ma by therefore x is equal to sigma ma by resultant r. sigma ma ഉണ്ട് 250. ഓ, ഇതിനെ സോൾവ് ചെയ്തില്ല അല്ലേ? സോറി, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എത്രയായിരുന്നു കിട്ടിയത്? -259.81 AB എന്ന് കിട്ടുമായിരുന്നു. ഓക്കെ, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ സിഗ്മ എം എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്താൽ മതി, ഡയറക്ഷൻ എടുക്കണ്ട. അപ്പോൾ 259.81 ഇൻറ്റു എ ബി ആണ് സിഗ്മ എം എ ബൈ റിസൾട്ടന്റ് ആർ. എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? റിസൾട്ടന്റ് ആർ വേണം. നമ്മൾ റിസൾട്ടന്റ് ആർ കണ്ടുപിടിച്ചില്ല, മിസ്സായിപ്പോയി. സോറി, ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. സിഗ്മ എഫ് എച്ചും സിഗ്മ എഫും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മൂന്നാമത്തത് റിസൾട്ടന്റ് ആർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. തേർഡ് സ്റ്റെപ്പ് റിസൾട്ടന്റ് ആർ. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല, അത് ഞാൻ വിട്ടുപോയതാണ്, നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 173.2 ന്യൂട്ടൺ കിട്ടും. വിട്ടുപോയതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. 4 ആണ്. റിസൾട്ടന്റ് ആർ ഉണ്ട്. സോ നമുക്ക് ഇവിടെ റിസൾട്ടന്റ് ആറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 259.81 ഇൻറ്റു എ ബി ഡിവൈഡ് ബൈ 173.2. ഇതിനെ റിസോൾവ് ചെയ്യുമ്പം 1.5 എ ബി എന്ന് കിട്ടും. എ ബി ഇല്ല, അതുകൊണ്ട് നമുക്ക് എ ബി ആയിട്ട് ഇട്ടാൽ മതി. therefore x is equal to 1.5 എ ബി. അതായത് ഈ ഡിസ്റ്റൻസ് 1.5 എ ബി എന്ന് കിട്ടും. 1.5 എ ബി എക്സ് ഇസ് ഇക്വൽ ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, സാധനം തരും. ഫസ്റ്റ് നമ്മൾ സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക, ദെൻ സിഗ്മ എഫ് ഇ, ദെൻ റിസൾട്ടന്റ് ആർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ ചെയ്യുക. പിന്നെ ഇൻക്ലിനേഷൻ തീറ്റ കണ്ടുപിടിക്കുക. ദെൻ ഏത് ക്വാഡ്രന്റ് ആണോ റിസൾട്ടന്റ് അത് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള മൊമെന്റ് എടുക്കുക. പിന്നെ ആ മൊമെന്റ് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറി അസ്യൂം ചെയ്തിട്ട് ആ എക്സ് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഉറപ്പായിട്ടും ചോദിപ്പിക്കുക. ഞാൻ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.